ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയെ ആധുനികതയിലേക്ക് കൈപിടിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകി. അദ്ദേഹം ഇന്ത്യയെ വളരെയധികം വികസനത്തിലേക്ക് നയിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആണവോർജം, സാമ്പത്തിക സംരക്ഷണം, സാമ്പത്തിക ഭദ്രത എന്നിവയൊക്കെയാണ്. ഇതിലൊക്കെ അദ്ദേഹം മികച്ച നിലവാരമാണ് പുലർത്തിയത്. ഇന്ത്യയെ ലോകോത്തര രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിക്കുകയുണ്ടായി. അദ്ദേഹം 1991-96 കാലഘട്ടത്തിൽ കേന്ദ്ര ധനമന്ത്രിയായിരുന്നപ്പോൾ സാമ്പത്തിക ഉദാരവൽക്കരണം നടത്തുകയും അതുവഴി ഇന്ത്യൻ വിപണികൾ തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. സമ്പദ് വ്യവസ്ഥ മാറുകയുണ്ടായി. 2005 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കെ വിവരാവകാശ നിയമം കൊണ്ടുവരികയും ഭരണത്തിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ 2005 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുക വഴി ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്തി. 2006 പ്രധാനമന്ത്രിയായിരിക്കെ വനനിയമം നടപ്പിലാക്കുകയും വനവിഭവം വനവാസികൾക്ക് ഉറപ്പാക്കുകയും ചെയ്തു. 2005 ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ പദ്ധതി നടപ്പിലാക്കുക വഴി ആരോഗ്യ സംരക്ഷണം നടപ്പിലാക്കി. 2008 ഇന്ത്യ-US ആണവ കരാർ നടപ്പിലാക്കി. 2008 കാർഷിക കടം എഴുതിത്തള്ളി. അതുവഴി 70,000 കോടി രൂപയുടെ കടങ്ങൾ ഇളവ് ചെയ്തു. 2008 പ്രധാനമന്ത്രിയായിരിക്കെ ചാന്ദ്രയാൻ വിക്ഷേപണം നടത്തുകയുണ്ടായി. അതോടുകൂടി ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ സാധ്യതകളാണ് തുറന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസം മൗലികാവകാശവും നിർബന്ധിതവുമാക്കി. 2009 പ്രധാനമന്ത്രിയായിരിക്കെ ആധാർ ജനതയ്ക്കാകെ തിരിച്ചറിയൽ കാർഡ് നൽകപ്പെട്ടു. അത് ഇന്ത്യയുടെ വളർച്ചയുടെ നാഴികക്കല്ലായിട്ട് മാറുകയുണ്ടായി. 2013 ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കി. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വലിയ ചുവടുവയ്പ്പായിരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമം നടപ്പിലാക്കുകയുണ്ടായി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കി. ഇങ്ങനെ ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കി. നല്ല ഉറപ്പുള്ള നല്ല ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നതിൽ നമുക്കെല്ലാം തന്നെ അഭിമാനിക്കാം. അതുപോലെ തന്നെ ഏതൊരു രാജ്യത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് ആ രാജ്യത്തിന് അയൽ രാജ്യവുമായിട്ടുള്ള ബന്ധമാണ്. US, ബ്രിട്ടൻ, റഷ്യ തുടങ്ങിയ ലോകരാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് മികച്ച ബന്ധമാണ് ഉണ്ടായിരുന്നത്. ബറാക്ക് ഒബാമ US മുൻ പ്രസിഡന്റ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മൻമോഹൻ സംസാരിക്കുമ്പോൾ ലോകം മുഴുവൻ ചെവിയോർക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മൈ ജോണി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് മൻമോഹൻ സിംഗ് വിസ്മയം ജനിപ്പിക്കുന്ന പ്രധാനമന്ത്രി എന്നാണ്. അതുപോലെ തന്നെ റഷ്യയും ഇന്ത്യയുമായുള്ള ബന്ധം സവിശേഷ തലത്തിലേക്ക് ഉയർത്തിയതിൽ മൻമോഹൻ സിംഗിൻ്റെ വ്യക്തിപരമായ സംഭാവനകളുണ്ട്. അസാമാന്യ പ്രതിഭയുള്ള അദ്ദേഹവുമായി എത്രയോ അവസരങ്ങളിൽ സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നു. വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണിത്. ഒരു പ്രധാനമന്ത്രിയായിരിക്കെ അദ്ദേഹം സമഗ്രമായിട്ടുള്ള സംഭാവനയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അതാണ് നമ്മുടെ രാജ്യത്തെ ഉയർച്ചയിലേക്ക് നയിച്ചു.